പല സമയങ്ങളിലും കാറിന് ചെറിയ ചെറിയ അപകടങ്ങൾ സംഭവിക്കുന്നുണ്ടായിട്ടുണ്ട്. ആ സമയങ്ങളിലെല്ലാം മാതാവിൻ്റെ സാന്നിധ്യം ഞങ്ങളെ പൂർണ്ണമായി അറിയിക്കുന്ന രീതിയിൽ വലിയ വലിയ അത്ഭുതങ്ങളോടെ ഞങ്ങൾ രക്ഷപ്പെടുന്നുണ്ട്. ഒരു തവണ കാറിങ്ങനെ പോയിക്കൊണ്ടിരിക്കെ ഒരു രാത്രിയിലായിരുന്നു, ഒരു ഫംഗ്ഷന് പോയി തിരിച്ചു വരുന്ന സമയത്തിലാണ് എൻ്റെ കയ്യിൽ കാശുരൂപം ഉണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് പോയിരുന്നതും. തിരിച്ചു വരുന്ന വഴിക്ക് ഹൈവേയിൽ വെച്ചിട്ട് ചെറുതായൊരു ഡിവൈഡറിലൊന്ന് തട്ടിയിട്ട് കാറൊന്നും ചെരിയാനിടയെ. അച്ഛൻ പ്രായ അച്ഛനാണ്, അതുപോലെ ഞങ്ങളും സ്ത്രീകൾ മാത്രം രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു കാറിൽ. ഈ ഒരു അവസരത്തിൽ ആരും സഹായിക്കാൻ ആരുമില്ല. പെട്ടെന്ന് ഞങ്ങൾ കാറിൽ നിന്ന് ഇറങ്ങുകയും കുറച്ച് പേര് ഓടിക്കൂടി വന്ന് ഞാൻ അപ്പോഴേക്കും മാതാവിൻ്റെ കാശുരൂപം വെച്ച് ഞാൻ ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും എല്ലാ പ്രാർത്ഥനകളെല്ലാം ചൊല്ലുന്നതിന് ഫലമായി. രമ്യ, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. 2021 നവംബറിലാണ് ഞാൻ ഇവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുക്കുന്നത്. നാല് പ്രാവശ്യം ഈ അൾത്താരിൽ കയറി നിന്ന് സാക്ഷ്യം പറയാൻ അമ്മ മാതാവും തിരുകുമാരനും എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇത് 5ാമത്തെ തവണയാണ് ഞാൻ ഈ അൾത്താരിൽ കയറി നിന്ന് സാക്ഷ്യം പറയുന്നത്. വീണ്ടും ഇവിടെ കയറി നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. ആദ്യമായി എൻ്റെ ഉടമ്പടി ഒരു സാക്ഷ്യങ്ങളായിട്ട് പറയാം. ഒന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ ഒരു ആയുർവേദ മെഡിക്കൽ ഓഫീസറാണ്. അമ്മ മാതാവ് വഴി തന്ന ജോലി തന്നെയാണ്. 2 വർഷം മുമ്പാണ് എനിക്ക് ആ ജോബ് ലഭിച്ചത്. അതിന് സാക്ഷ്യം മുൻപ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആ ജോബിൽ കയറി കഴിഞ്ഞാൽ തന്നെ 2 വർഷത്തിനുള്ളിൽ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ ഒരു PSC തന്നെ ഡിപ്പാർട്ട്മെൻറ്റൽ ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് ഞാൻ കഴിഞ്ഞ മെയ് മുതൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വർഷത്തിൽ 2 തവണ എക്സാം ഉണ്ടാവും. അപ്പോൾ കഴിഞ്ഞ മെയ്യിൽ എഴുതി, ഫസ്റ്റ് ചാൻസിൽ എഴുതി. അന്ന് ഞാൻ അത്ര കാര്യമായി പ്രിപ്പയർ ചെയ്യുകയും പഠിക്കുകയും അത്ര സീരിയസ് ആയി കണക്കാക്കിയിരുന്നില്ല. അന്നത്തെ എക്സാമിന് ഞാൻ പോയി പ്രാർത്ഥിച്ചിരുന്നു, ഉടമ്പടിയിൽ സമർപ്പിച്ചിരുന്നു. എന്നാലും എനിക്ക് അത്രയൊരു തീക്ഷ്ണത ഉണ്ടായിരുന്നില്ല ആ കാര്യത്തെപ്പറ്റി. പക്ഷേ എനിക്ക് ആ തവണ ഞാൻ ഫെയിലായി. 2ാമത്തെ തവണ ഞാൻ കുറച്ചും കൂടി സീരിയസ് ആയി പഠിക്കുകയും ഉടമ്പടിയിൽ വീണ്ടും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്നാലും വളരെ ചെറിയ മാർക്കിന് അന്നും ഞാനത് ഫെയിലായി. 3ാമത്തെ തവണ എന്ന് പറഞ്ഞാൽ എനിക്കിനി 2 മാസം കൂടി കഴിഞ്ഞാൽ എൻ്റെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്ന സമയമായി. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ലാസ്റ്റ് ചാൻസ് പോലെയാണ്. ഇല്ലെങ്കിൽ എൻ്റെ പ്രൊമോഷനെയും അതുപോലെ സാലറി ഇൻക്രിമെൻറ്റിനൊക്കെ തടസ്സമാകും. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ വളരെ തീക്ഷ്ണമായി ഈ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ഇപ്പോൾ 9ാമത്തെ തവണ ഞാൻ ഉടമ്പടി പുതുക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ മാസം മെയ് മാസത്തിലാണ് ഞാൻ ഉടമ്പടി 9ാമത്തെ തവണ പുതുക്കിയിരിക്കുന്നത്. അതിലൊരു നിയോഗമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും മെയ് മാസത്തിൽ എക്സാമിന് മുൻപായി വന്ന് ജോസഫ് അച്ഛനെ കാണുകയും കൈവയ്പ്പ് ശുശ്രൂഷ ലഭിക്കുകയും ഹോൾ ടിക്കറ്റ് വെഞ്ചരിച്ച് വാങ്ങുകയും ഉടമ്പടി ജോസഫ് അച്ഛൻ എക്സാമിന് പോകാൻ വേണ്ടി കാശുരൂപം തരികയും ഇങ്ങനെയെല്ലാം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അതിനുശേഷം എക്സാമിന് പോകുമ്പോൾ നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങി ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശു വരച്ച് ഉടമ്പടി കാശുരൂപവും അമ്മച്ചൻ പ്രാർത്ഥിച്ചെന്ന കാശുരൂപവും ഉടമ്പടി നേർച്ച വസ്തുക്കളും കൊണ്ടാണ് പോയത്. എക്സാമിന് ചെല്ലുന്നിരിക്കുമ്പോഴും ഉടമ്പടി സാക്ഷ്യങ്ങൾ ഹെഡ്സെറ്റ് വെച്ച് കേട്ടുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. ഇപ്പോഴും മുൻപത്തെ തവണ പോലെ തന്നെ എനിക്ക് അധികമൊന്നും പ്രിപ്പയർ ചെയ്യാനും അതിനൊന്നും സമയം കിട്ടിയിരുന്നില്ല. ഡ്യൂട്ടിയുടെ ഇടയ്ക്കായിരുന്നുകൊണ്ട് പല തടസ്സങ്ങളും പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നാലും ഉടമ്പടിയിൽ സമർപ്പിച്ചത് ഒരു വിശ്വാസം, ആ ഒരു വിശ്വാസം, മാതാവ് എന്നെ ഇത്തവണ കൈവിടില്ല എന്നൊരു വിശ്വാസം, മാതാവ് തിരുകുമാരനോട് പറഞ്ഞ് ഇത്തവണ എനിക്കത് നേടിത്തരും എന്നുള്ള ഒരേ ഒരു വിശ്വാസത്തിൽ മാത്രം സമർപ്പിച്ചുകൊണ്ട് ഞാൻ എക്സാം എഴുതി. ചെന്ന ഉടൻ തന്നെ വേറെ ആരോടും മറ്റുള്ളവരൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. വേറെ ആരോടും സംസാരിക്കാതെയും പ്രാർത്ഥിച്ചുകൊണ്ട് സ്ക്രീനിൽ കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി ഉപ്പ് അവിടെ ആരും അറിയാതെ ആ സ്ക്രീനിൽ ആ ടേബിളിൻ്റെ അവിടെ, ഓൺലൈൻ എക്സാമാണ്, ടേബിളിൻ്റെ അവിടെ ഇടുകയും ഇങ്ങനെയെല്ലാം ചെയ്ത് പ്രാർത്ഥിച്ചു. ഓരോ ക്വസ്റ്റ്യന് മുമ്പായിട്ടും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ച് സമർപ്പിച്ച് ഓൺലൈനായിട്ട് എക്സാം മാർക്ക് ചെയ്യുകയെല്ലാം ചെയ്തിട്ടുണ്ടായി. എക്സാം കഴിഞ്ഞ് പോരുമ്പോൾ വീണ്ടും ആ സ്ക്രീനിൽ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ച്, മാതാവേ ഇനി ഒരു പ്രാവശ്യം കൂടി ഈ എക്സാം എഴുതാൻ എനിക്ക് അതിൻ്റെ ആവശ്യം എനിക്ക് വരരുതേ, മാതാവേ എന്നെ കാത്തോളണേ, തിരുകുമാരനോട് പറഞ്ഞ് എനിക്കിത് നേടിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇറങ്ങി. ഇന്നലെ എൻ്റെ റിസൾട്ട് വന്നു. ഇന്നലെ രാവിലെ മിഞ്ഞാന്ന് രാത്രി വന്നെങ്കിലും ഇന്നലെ രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന 5:30 മണിയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം പ്രാർത്ഥിച്ച് ആണ് ഞാൻ റിസൾട്ട് നോക്കിയത്. അപ്പോൾ 2 പേപ്പറും പാസ്സായി എന്ന റിസൾട്ടും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാതാവിൻ്റെ
മാതാവും തിരുകുമാരൻ അനുഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് ഇത്തവണ ഞാനത് പാസ്സായതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എനിക്ക് ആവശ്യമുള്ള അതേ സമയത്ത് മാതാവ് എനിക്കത് നൽകി എന്നെ വളരെയധികം അനുഗ്രഹിച്ചു. മാതാവിനും തിരുകുമാരനും കോടാനുകൂടി നന്ദി. അടുത്ത എൻ്റെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ ചേച്ചിയുടെ മകൾ 12th ICSE ബോർഡ് എക്സാം എഴുതിയിട്ടുണ്ട്. ഇത്തവണ എഴുതിയിരുന്നു. പഠിക്കാൻ പൊതുവെ കുറച്ച് മോശമായിരുന്നു. പ്രീ ബോർഡ് എക്സാമിനൊക്കെ കുറച്ച് ചില സബ്ജക്ട്സിൽ മാർക്ക് വളരെ കുറയും ഫെയിലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊരു സാഹചര്യത്തിൽ എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുകയും ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും കുടുംബ പ്രാർത്ഥനയും എന്നോട് കൂടെ ചേർന്ന് ചെയ്യുകയും അങ്ങനെയെല്ലാം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മാത്രമാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അവൾക്ക് പ്രാക്ടിക്കൽ എക്സാംസിന് ഫുൾ മാർക്കും തിയറിക്കും അത്യാവശ്യം മാർക്കും നൽകി 70% എബോവ് മാർക്കോട് കൂടി അവൾ പാസ്സായി. മാതാവിനും തിരുകുമാരനും കോടാനുകൂടി നന്ദി വീണ്ടും പറയുന്നു. മൂന്നാമതിൻ്റെ സാക്ഷ്യം പറയുന്നത് എൻ്റെ അനിയൻ ഫാർമസിസ്റ്റായി വർക്ക് ചെയ്യുകയാണ്. ഒരു വർഷത്തോളമായി സാലറി ഇൻക്രിമെൻ്റ് ഒന്നും ലഭിക്കാതെ കുറച്ച് ബുദ്ധിമുട്ടിലായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഉടമ്പടിയിൽ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിന് ഫലമായി സാലറി കൂടി കിട്ടുകയും അങ്ങനെ ഇപ്പോൾ കൂടുതൽ സാലറിയോട് കൂടി ജോലി ചെയ്യുന്നു. നാലാമത്തെ സാക്ഷ്യം പറയുന്നത് ഞാനും പല സന്ദർഭങ്ങളിലും മാതാവിൻ്റെ സംരക്ഷണം, മാതാവിൻ്റെ കാശുരു ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ എല്ലായ്പ്പോഴും ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായി പല തവണയായി എൻ്റെ അച്ഛനാണ്, പ്രായമായ അച്ഛനാണ് കാർ ഡ്രൈവ് ചെയ്യുന്നത്. പല സമയങ്ങളിലും കാറിന് ചെറിയ ചെറിയ അപകടങ്ങൾ സംഭവിക്കുന്നുണ്ടായിട്ടുണ്ട്. ആ സമയങ്ങളിലെല്ലാം മാതാവിൻ്റെ സാന്നിധ്യം ഞങ്ങളെ പൂർണ്ണമായി അറിയിക്കുന്ന രീതിയിൽ വലിയ വലിയ അത്ഭുതങ്ങളോട് ഞങ്ങൾ രക്ഷപ്പെടുന്നുണ്ട്. ഒരു തവണ കാറിങ്ങനെ പോയിക്കൊണ്ടിരിക്കെ ഒരു രാത്രിയിലായിരുന്നു, ഒരു ഫംഗ്ഷന് പോയി തിരിച്ചു വരുന്ന സമയത്തിലാണ് എൻ്റെ കയ്യിൽ കാശുരൂപം ഉണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് പോയിരുന്നതും. തിരിച്ചു വരുന്ന വഴിക്ക് ഹൈവേയിൽ വെച്ചിട്ട് ചെറുതായ ഒരു ഡിവൈഡറിലൊന്ന് തട്ടിയിട്ട് കാറൊന്ന് ചെരിയാനിടയെ. അച്ഛൻ പ്രായ അച്ഛനാണ്, അതുപോലെ ഞങ്ങളും സ്ത്രീകൾ മാത്രം കൊച്ചു 2 കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു കാറിൽ. ഈ ഒരു അവസരത്തിൽ ആരും സഹായിക്കാൻ ആരുമില്ല. പെട്ടെന്ന് ഞങ്ങൾ കാറിൽ നിന്ന് ഇറങ്ങുകയും കുറച്ച് പേര് ഓടിക്കൂടി വന്ന് ഞാൻ അപ്പോഴേക്കും മാതാവിൻ്റെ കാശുരൂപം വെച്ച് ഞാൻ ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും എല്ലാ പ്രാർത്ഥനകളെല്ലാം ചൊല്ലുന്നതിൻ്റെ ഫലമായി പെട്ടെന്ന് ആളുകൾ ഓടിക്കൂടുകയും അവരെല്ലാം അത് കാറൊന്ന് പിടിച്ച് തള്ളി മാറ്റി ഞങ്ങൾക്ക് യാത്ര തുടരുന്നതിനും വീട്ടിൽ സേഫായി തന്നെ തിരിച്ചെത്തുന്നതിനും സാധിച്ചു. ഇതുപോലെ 2 ആഴ്ച മുമ്പ് കാറിൻ്റെ പുറകിൽ ഞാനും അച്ഛനും കുഞ്ഞും പോകുന്ന സമയത്ത് കാറിൻ്റെ പുറകിൽ ഒരു വണ്ടി ഒന്ന് ഇടിക്കുകയുണ്ടായി. തൃശ്ശൂർ ടൗണിൽ വെച്ച് തന്നെയാണ്. പക്ഷേ ഒരു കുഴപ്പവും കാറിനോ ഞങ്ങൾക്ക് ഒന്നും ഒരു അപകടവും സംഭവിക്കാതെ ഞങ്ങൾ രക്ഷപ്പെട്ടു. ഇതേപോലെ പല കാര്യങ്ങളിലും കുഞ്ഞ് കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കാറിൻ്റെ ചില്ല് കയറ്റിയിടുന്ന സമയത്ത് പതുക്കെ കൈ ഇടപെടുകയും ഞങ്ങളത് ശ്രദ്ധിക്കാതെ കുഞ്ഞ് കൈ ജാമായിട്ട് കുഞ്ഞ് കരഞ്ഞപ്പോഴാണ് ശ്രദ്ധിച്ചത്. പക്ഷേ പെട്ടെന്ന് അത് ജാമാവുകയും അത് ഗ്ലാസ് താഴ്ത്താൻ പറ്റാത്ത അവസ്ഥ വന്നു. ഞങ്ങൾ വേഗം മാതാവിനെ വിളിച്ച് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. കൈ കുഴപ്പമില്ലാതെ സേഫായി അതിനുശേഷം താഴ്ത്തി കൈയെടുക്കാൻ പറ്റുകയും പക്ഷേ ഹോസ്പിറ്റലിൽ അപ്പോൾ തന്നെ കൊണ്ടുപോയി. ഒരു കുഴപ്പവുമില്ലാതെ ഞാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പോയിരുന്നത്. കാശുരൂപം കയ്യിലുണ്ടായിരുന്നു. ഇതെല്ലാം പ്രാർത്ഥിച്ചതിന് ഫലമായി മോൾക്കും ഒരു കുഴപ്പം കൂടാതെ കയ്യിലൊന്നും സംഭവിച്ചില്ല. അങ്ങനെ വലിയൊരു സൗഖ്യവും നൽകുകയും ചെയ്തു. പിന്നെ മോളുടെ പല സമയങ്ങളിലും മോൾക്ക് പല അസുഖങ്ങളും ഒക്കെ വരുമ്പോഴെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാത്ത രീതിയിൽ വലിയ വലിയ അനുഗ്രഹങ്ങൾ മാതാവ് തരുന്നുണ്ട്. ഉടമ്പടി ഇറച്ചി വസ്തുക്കൾ സ്ഥിരമായി ഉപയോഗിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമായി വലിയ വലിയ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ ഉണ്ടാകുന്നുണ്ട്. അടുത്തതായി സാക്ഷ്യം പറയുന്നത് ഞങ്ങൾക്കൊരു ലോണിൻ്റെ ജപ്തി മുമ്പുള്ള നോട്ടീസ് വന്നിരുന്നു, ജപ്തിക്ക് മുൻപുള്ള നോട്ടീസ്. അപ്പോൾ അത് എങ്ങനെയുള്ള ലോൺ തീർക്കണം, സ്ഥലം വിറ്റ് തീർക്കണം എന്നാണ് ആഗ്രഹിച്ചിരുന്നത്. അത് ഉടമ്പടി സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായി സ്ഥലം വിൽക്കാതെ തന്നെ വേറൊരു ലോൺ ശരിയാവുകയും അങ്ങനെ അത്യാവശ്യം അത് ലോണിൻ്റെ എല്ലാം അടച്ചു തീർക്കുന്നതിനും അതുവഴി ഞങ്ങൾക്ക് അതിലുള്ളൊരു പ്രശ്നം തീർക്കുന്നതിനും മാതാവ് തിരുകുമാരൻ കൂടി സഹായിച്ചു. ഇതുപോലെ വളരെ വലിയ അനുഗ്രഹങ്ങൾ, ചെറിയ അനുഗ്രഹങ്ങളൊക്കെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനെല്ലാത്തിനും മാതാവിനും തിരുകുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. പിന്നെ ആത്മീയമായ വളർച്ച എന്ന് പറഞ്ഞാൽ ഞാനൊരു ഹിന്ദുവാണ്. എന്നാലും എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കുന്നതിനും വീട്ടിൽ കുടുംബ പ്രാർത്ഥന ചെയ്യുന്നതിനും അതുപോലെ തന്നെ ബൈബിൾ വായിക്കുന്നതിനും ഇതുപോലെ എല്ലാ പ്രാർത്ഥനകളും കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുന്നതിനും സാധിക്കുന്നുണ്ട്. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും ഉടമ്പടി പത്രം കൊണ്ടുപോയി
ഹോസ്പിറ്റലുകളിലും പള്ളികളിലും ഓട്ടോ സ്റ്റാൻഡുകളിലും ബസ് സ്റ്റോപ്പുകളിലും അങ്ങനെ പല സ്ഥലങ്ങളിലും കൊടുക്കുകയും അങ്ങനെ മാതാവിനെ അറിയാത്തവരെ അറിയിക്കുന്നതിനോ അറിഞ്ഞവരെ ആഴപ്പെടുത്തിക്കൊണ്ട് മാതാവിൻ്റെ അടുത്തേക്ക് എത്തിച്ച് അവർക്ക് വലിയ വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ പലരോടും പറഞ്ഞ് അങ്ങനെ ചെയ്യുന്നുണ്ട്. മാത്രമല്ല എല്ലാ ആഴ്ചയും ഉടമ്പടി ധ്യാനം കാണുകയും അത് മറ്റുള്ളവർക്ക് സ്റ്റാറ്റസ് വഴി വാട്സപ്പ് സ്റ്റാറ്റസിലിട്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും അവർ സാക്ഷ്യങ്ങൾ ദിവസവും കാണുകയെന്ന് വെച്ചാൽ എന്തെങ്കിലും വീട്ടിലെന്തെങ്കിലും ചെയ്യുമ്പോഴായാലും വീട്ടു ജോലിയിൽ ചെയ്യുമ്പോഴായാലും നടക്കുമ്പോഴും പോകുമ്പോഴും യാത്ര ചെയ്യുമ്പോഴെല്ലാം ഹെഡ്സെറ്റ് വെച്ച് ചെവിയിൽ കേട്ടുകൊണ്ടാണ് നടക്കുന്നത്. ഇങ്ങനെ ഉടമ്പടി സാക്ഷ്യങ്ങൾ കണ്ട് മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്ത് മാക്സിമം പേരിലേക്ക് അറിയിക്കാൻ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ അങ്ങനെയുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ എല്ലാ ആഴ്ചയും ഞങ്ങളുടെ തൃശ്ശൂർ ഒരു കൃപാസനം പ്രെയർ ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൻ്റെ ഇതിൽ കുറച്ച് പേര് കൂടി എല്ലാവരും എല്ലാ ആഴ്ചയും സൺഡേസിൽ അത്താണി പോപ്പ് പോൾ മേഴ്സി ഹോമിൽ പോയി അവിടെയും അതുപോലെ പട്ടിക്കാട് സ്നേഹസദനത്തിലും പോയി അവിടെയുള്ള കുട്ടികൾക്ക് അവിടെയുള്ള ശാരീരികവും മാനസികമായ വൈകല്യം നേരിടുന്ന എല്ലാവരെയും ശുശ്രൂഷിക്കുന്നതിനും നമ്മളാൽ കഴിയുന്ന വിധം എല്ലാ സഹായങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കുന്നതിനും പിന്നെ അതേപോലെ ഞാനും എൻ്റെ ഫ്രണ്ട് ഡോക്ടർ മിനുവും കൂടി തൃശ്ശൂർ ടൗണിൽ അങ്ങനെ ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്. പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾ ഭക്ഷണം ആഴ്ചയിൽ തോറും കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. മാത്രമല്ല വൃദ്ധസദനങ്ങൾ പോയി കണ്ട് അവിടെ അവരെ കണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുകയും അവരോട് സംസാരിക്കാൻ ആരുമില്ലാതെ അവർ ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഞങ്ങൾ അവരോട് പോയി സംസാരിക്കുകയും അവർക്ക് ഭയങ്കര ആശ്വാസമാണ്. ഇങ്ങനെയുള്ള കാര്യപ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് വരുന്ന രോഗികൾ പലരോടും ഞാൻ എൻ്റെ പത്രം ഞാൻ ഒരുവിധം പത്രം കിട്ടിയ ദിവസം 2 ദിവസത്തിനുള്ളിൽ ഞാൻ അത് എല്ലാവർക്കും കൊടുത്തു തീർക്കും. 1-2 പത്രം ഞാൻ എടുത്തു വെച്ച് എൻ്റെ അടുത്ത് ഡിസ്പെൻസറിയിൽ വരുന്ന രോഗികൾക്ക് നമുക്ക് മാതാവ് നമുക്ക് പരിശുദ്ധാത്മാവ് തോന്നിക്കുന്ന രീതിയിൽ നമുക്ക് അവർക്ക് പത്രം കൊടുക്കുകയും കാശുരൂപം കൊടുക്കുക അങ്ങനെ മാതാവിനെ അറിയാത്തവരെ അറിയിച്ച് അവർക്ക് അതുവഴി ഞാൻ പലരോടും പറഞ്ഞിട്ട് പലരും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അതിലൂടെ വലിയ വലിയ അനുഗ്രഹങ്ങൾ അവർക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് മറ്റേ രോഗികളെ ഹോസ്പിറ്റലിൽ പോയി രോഗികളെ കണ്ട് അവരുടെ വേദനകളും സങ്കടങ്ങളും കേൾക്കുകയും അവരോട് നമ്മൾ സാക്ഷ്യങ്ങൾ പറഞ്ഞ് പലരും പത്രം വാങ്ങാൻ മടിക്കുമ്പോൾ അവർക്ക് പലർക്കും അറിയാത്ത അവസ്ഥ വരുമ്പോൾ പ്രത്യേകിച്ച് ഞാനൊരു ഹിന്ദുവാണ് എനിക്കും അറിഞ്ഞിരുന്നില്ല. അപ്പം അതേപോലെ തന്നെ എന്നെപ്പോലെ അറിയാത്തവർ പലരും ഉണ്ടാവും. അങ്ങനെയുള്ളവരോടെല്ലാം സാക്ഷ്യങ്ങൾ പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കി കൊടുത്ത് അവരോട് പത്രം കൊടുത്ത് അവർക്ക് അത്യാവശ്യം സിറ്റുവേഷൻസിൽ ഉടമ്പടി തൈലം ഞങ്ങൾ കയ്യിലുള്ള തൈലം ഞാനും ഡോക്ടർ മീനും കൂടി തൈലം കയ്യിലെടുത്ത് അവർ നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി ഉപ്പ് തേൻ ഇങ്ങനെയുള്ള നേർച്ച വസ്തുക്കൾ അവർക്ക് കൊടുക്കുകയും ഇങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ട്. ഇങ്ങനെയെല്ലാം ഇത്രയെല്ലാം അനുഗ്രഹങ്ങൾ നൽകി ഇനിയും വളരെ അധികം അനുഗ്രഹങ്ങൾ മാതാവും തിരുകുമാരനും കൂടി എനിക്ക് തന്നിട്ടുണ്ട്. എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകിയിട്ടുണ്ട്. ഉടമ്പടി വിശ്വസ്തയോടെ പാലിച്ചുകൊണ്ട് ഉടമ്പടി എന്ന് പറയുന്നത് നമ്മുടെ ഭൗതിക നിയോഗങ്ങൾക്ക് വേണ്ടിയല്ല, ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത് അച്ഛൻ്റെ ധ്യാനങ്ങളിലൂടെയും മറ്റുമാണ് എനിക്കത് അറിയാൻ സാധിച്ചത്. ഇപ്പോൾ മുൻപ് ദിവ്യബലിയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ നിയോഗങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല. അച്ഛൻ പറഞ്ഞു നിത്യജീവന് വേണ്ടിയിട്ടുള്ളതാണ് ദിവ്യബലിയിൽ പങ്കെടുക്കുന്ന നിത്യജീവൻ വേണ്ടിയാണ് ലക്ഷ്യമിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ നിത്യജീവൻ ലക്ഷ്യമാക്കി എന്താണ് നിത്യജീവൻ, എന്താണ് സ്വർഗ്ഗഭാഗ്യം എന്നെല്ലാം മനസ്സിലാക്കിയത് അച്ഛൻ്റെ ധ്യാനങ്ങൾ വഴി വലിയ ബോധ്യങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ലക്ഷ്യം വെച്ച് ജീവിക്കാൻ, ഭൗതികമായ ആവശ്യങ്ങൾ കൂടാതെ നമുക്ക് ആത്മീയമായ ലക്ഷ്യം വെച്ച് ജീവിക്കാൻ എനിക്ക് ഈ ഉടമ്പടി വഴി സാധിച്ചിട്ടുണ്ട്. അതുപോലെ ജീവിത വിശുദ്ധി അങ്ങനെ പലരോടും ദേഷ്യപ്പെടുക അങ്ങനെയുള്ള പ്രകൃതമൊക്കെ ആയിരുന്നു. പക്ഷെ അതെല്ലാം മാറ്റി കുറേ മാറ്റങ്ങൾ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചിട്ടുണ്ട്. ഉടമ്പടി വഴി മാത്രമാണ് അത് സാധിച്ചതെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇനിയും ഉടമ്പടിയിൽ വിശ്വസ്തയോടെ പാലിച്ചുകൊണ്ട് ഉടമ്പടി നിയോഗങ്ങളെയല്ല നിബന്ധനകളെ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ എന്നെ ഇനിയും അനുഗ്രഹിക്കണമെന്ന് മാതാവിനോടും തിരുകുമാരനോടും ഞാൻ അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി.